ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു ചട്നിയും വെള്ള ചട്നിയും പിന്നെ ദോശയായിട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കടുവൊക്കെ പൊട്ടിച്ച് നമ്മൾ ചട്നി തയ്യാറാക്കും കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മൾ ഒരു ചെറിയ വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കാന്താരി മുളക്, കറിവേപ്പില, കടുക് പൊട്ടിക്കുക കേട്ടോ ചെയ്തത്. ഇതൊക്കെ കൂടി ചേർത്തൊരു ചട്നിയാണ് കേട്ടോ. അപ്പം നല്ല സൂപ്പർ ചട്നിയാണേ. അപ്പം നമ്മുടെ ദോശമാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ദോശയും ചുട്ട് നമ്മുടെ വെള്ള ചട്നി ഇതാട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അന്നേരം പാട്ട് കേട്ടും ഒക്കെ ആട്ടോ നമ്മുടെ റേഡിയോയിൽ കൂടിയുള്ള ഡിവോഷണൽ സോങ്ങും ഒക്കെ കേട്ടാട്ടോ നമ്മളിങ്ങനെ ഓരോ ദിവസവും നമ്മുടെ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളിൽ ഞാൻ ഏർപ്പെടുന്നത്. പിന്നെ ഞാൻ ദോശയ്ക്ക് മേലിങ്ങനെ മുകളിൽ നമ്മൾ നെയ്യാണ് തടവി കൊടുക്കേണ്ടത്. പക്ഷെ ഞാൻ വെളിച്ചെണ്ണയാട്ടോ, ഇവിടെ നെയ്യുടെ ചുവ ആർക്കും ഇഷ്ടമില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ, അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് എന്ന് തടവി കൊടുത്തത്. അങ്ങനെ നമ്മുടെ ദോശയൊക്കെ ഇവിടെ ഓരോന്നായിട്ട് ചുട്ട് കംപ്ലീറ്റ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ദോശ മാത്രമല്ല, കുറച്ച് ചപ്പാത്തി മാവും കുഴയ്ക്കണം, ചപ്പാത്തിയും ചുടണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് ഡയറ്റാട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി. പിന്നെ ഞാനും അമ്മയും കൂടി, പിന്നെ മോൻ ഡയറ്റ് ആയതുകൊണ്ട് കുറച്ച് ചിക്കൻ കുരുമുളക് പൊടിയൊക്കെ മാത്രം ഇട്ട് അധികം മസാലകളൊന്നും ചേർക്കാതെ നമ്മൾ കുറച്ച് ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് മോന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് ഉണ്ടാക്കാനുള്ള കുറച്ച് വെളുത്തുള്ളി, സവോള, ഇഞ്ചി അങ്ങനെയുള്ളതൊക്കെ അമ്മ അതൊന്ന് റെഡിയാക്കി തരുക കേട്ടോ. അപ്പോൾ അതൊന്ന് അരിഞ്ഞിട്ട് വേണം. ആ സമയം ഞാൻ ദോശ ചുടൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ദോശ ചുടണം, പിന്നെ നമുക്ക് ചപ്പാത്തിക്കും കൂടിയുള്ള ഒരുക്കങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ജോലികളും ചെയ്യാണ്. പിന്നെ ഇന്നെനിക്ക് പുറത്ത് പോകണം കേട്ടോ. രാവിലെ പുറത്ത് പോകണം മീൻ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുള്ള ഒരു തിരക്ക് കൂട്ടലൂടിയാട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ചിക്കനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയോ എണ്ണയോ ഒന്നും ഓയിലൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഒട്ടും ഓയിൽ ഒഴിക്കാതെ നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കാനും പറ്റിയല്ലോ. അതിന് ഞാൻ കുക്കറിൽ വെച്ച് ആവി കയറ്റാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് സാധനങ്ങൾ വഴലാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ നമ്മുടെ പച്ചമുളക്, സവോളയൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചിക്കന്. അന്നേരം ഇടയ്ക്കിടയ്ക്ക് പാട്ടുകൾ ഓണാക്കും ഓഫാക്കും, ആ രീതിയിലാട്ടോ കാര്യങ്ങൾ നടക്കുന്നത്. അത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ വോളിയം കുറച്ച് വെച്ച് പാട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഒന്ന് ചെറുതായിട്ട് കേൾപ്പിച്ച് തരാമെന്ന് വിചാരിച്ചാട്ടോ. കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് കോപ്പിറൈറ്റ് പിടി വീഴുമോ എന്നറിയില്ല. എങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ നോക്കട്ടെ എത്രമാത്രം എങ്ങനെയാവുമെന്ന് അറിയാമല്ലോ. അത് വിചാരിച്ചാട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാനങ്ങനെ ഇടയ്ക്കൊക്കെ മ്യൂസിക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മൾ മറ്റേ അടുപ്പിലും കൂടി തീ പിടിപ്പിച്ചു കേട്ടോ. മറ്റേ അടുപ്പിൽ തീ പിടിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന നേരത്ത് മറന്നു പോയിട്ടോ. അപ്പോൾ അതെന്തിനാണ്, ചപ്പാത്തി ചൂടണം, ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാട്ടോ ആ അടുപ്പിൽ വീണ്ടും തീ പിടിപ്പിച്ചത്. അപ്പോൾ പിന്നെ വോയിസ് ഓവർ കൊടുത്തപ്പോഴാണ് എന്തിനാണെന്ന് മനസ്സിലായത് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഇത്തിരി ചൂടുവെള്ളം തിളപ്പിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ചായ എടുക്കണം. ഇന്ന് പാലില്ല, അപ്പോൾ പാൽപ്പൊടി ചായ ഒരു കപ്പ് ചായ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനുള്ള വെള്ളം കേട്ടോ ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചത്. അതിൻ്റെ ഇടയ്ക്ക് കൂടി ചപ്പാത്തി ചൂടൽ. അങ്ങനെ ഇവിടെ നമ്മൾ രാവിലെ തന്നെ നല്ല തകൃതിയിലുള്ള ജോലികളാട്ടോ. അങ്ങനെ ചപ്പാത്തി ഡയറ്റുകാർക്കുള്ള ചപ്പാത്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ ആ വെള്ളം ഒന്നുകൂടി തിളപ്പിച്ചു കേട്ടോ, ചൂടാറിപ്പോയിരുന്നേ. അപ്പോൾ അതൊന്നുകൂടി ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് പൊടി ഇട്ടിട്ട് ചായ എടുക്കുക കേട്ടോ. പല ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തു വരുന്ന ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നുകൂടി ചൂടാക്കുക, രണ്ടുകൂടി ചൂടാക്കുകയൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. എന്തായാലും പാൽപ്പൊടി ഇടേണ്ടോടെ വെള്ളം നല്ലോണം തിളക്കേണ്ടിയിരുന്നു കേട്ടോ. പിന്നെ ഒന്നുകൂടി ചൂടാക്കി എടുത്തു കേട്ടോ വെള്ളം. പിന്നെ അങ്ങനെ ചായ എടുത്തു. പിന്നെ അന്നേരം നോക്കിയപ്പോൾ പിന്നെയും വെള്ളം കുറവാണ്. അന്നേരം ഞാൻ പിന്നെ ഫ്ലാസ്കിൽ നിന്ന് കൂടി കുറച്ച് വെള്ളം എടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ എവരിഡേയുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പടുകറിയുന്ന പടുവല്ല കേട്ടോ, മുഴുവൻ പടുവല്ല കേട്ടോ, എല്ലാം ഒന്നും പടു എടുത്തില്ല. കുറച്ച് പപ്പായ, ചേമ്പ്, പിന്നെ ഇതിനകത്തേക്ക് അമ്മ ചോദിച്ചിരുന്നു തണ്ടിടണോ താളിടണോ എന്നൊക്കെ. കപ്പയൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ, മരച്ചീനി ഈ സമയത്തെ. പക്ഷേ ഞാൻ ചേമ്പും പപ്പായയും കൊണ്ട് മാത്രം കേട്ടോ ഒരു കറി ഉണ്ടാക്കുന്നത്, ഒരു ഒഴിച്ച് കറി കേട്ടോ. അപ്പോൾ അത് നല്ല സൂപ്പറാട്ടോ. ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചില്ലേ ചേമ്പ്, പറിച്ച വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു കേട്ടോ. ആ ചേമ്പും കൊണ്ട് നമ്മൾ കറി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറി വെച്ചിട്ട് തിരിച്ചു വരാവേ. അപ്പോൾ അതിലേക്ക് നോക്കിയപ്പം പുളി പിഴിഞ്ഞൊഴിക്കാൻ, പുളിയെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ പുളി അങ്ങനെ പിഴിഞ്ഞൊഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ടൊമാറ്റോ ഇടാം. അപ്പോൾ അതിൻ്റെ ടൊമാറ്റോയുടെ പുറമൊക്കെ ഒന്ന് ചെത്തി അതിനകത്തേക്ക് ഒരു ടൊമാറ്റോ ഇട്ടിട്ട്, ഒരുപാട് ടൊമാറ്റോ ആയ പുളിയായ കൊള്ളിയല്ല കേട്ടോ. അപ്പോൾ ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് ഒരു ടൊമാറ്റോയും, പിന്നെ ഇത് ഇതൊക്കെ ഒന്ന് നമുക്ക് ആവശ്യമില്ല. അതൊക്കെ വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ. കാന്താരി, ചെറുള്ളി, പിന്നെ തേങ്ങ, ഇത്രയും കൂട്ടണം മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ അരവ് ഇങ്ങനെ തയ്യാറാക്കി നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ സൂപ്പർ കറിയാട്ടോ. പിന്നെ തലേ ദിവസം ഞാൻ കുറച്ച് തിരണ്ടി മീനില്ലേ അത് കറി വെച്ചിരുന്നു, തേങ്ങയൊക്കെ കൊത്തിയിട്ട് ഉണക്കത്തിരണ്ടിയാട്ടോ. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. മോൾക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനെ തിരണ്ടി കറി വയ്ക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്ത് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും കണ്ടില്ലേ നമ്മുടെ ചേമ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴൊക്കെ പിന്നെ എന്ത് സാധനം നമ്മൾ ഈ ചേമ്പൊക്കെ പറിച്ച് കഴിഞ്ഞാൽ നല്ലോണം വേഗം വേഗം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന അരകൂടി ചേർത്ത് കേട്ടോ. ചിലരിതിന് പടുകറിയായിട്ട് വയ്ക്കാൻ കുറച്ചുകൂടി കാര്യങ്ങൾ ചേർക്കണം കേട്ടോ. പക്ഷേ ഇത് പടുകറിയല്ല കേട്ടോ, ഇതൊരു ഒഴിച്ച് കറി എന്ന് വേണേൽ പറയാം കേട്ടോ. നമ്മുടെ പപ്പായയും ചേമ്പും പിന്നെ ഒരു ചെറിയ തക്കാളി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് നല്ലോണം കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചോറിനൊക്കെ നമുക്ക് ഒഴിച്ച് കൂട്ടാൻ നല്ല സൂപ്പർ കറിയാട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഒരു ഒഴിച്ച് കറി ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ തൊടിയെന്ന് പറയുന്ന ചേമ്പൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാക്കാറുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ കണ്ടതിൽ ഇങ്ങനെ ചേമ്പും ഒക്കെ ഇങ്ങനെ കറി വയ്ക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പ്രായമായവരൊക്കെ ഇങ്ങനെ ചേമ്പും പപ്പായൊക്കെ കറി വയ്ക്കുന്ന എല്ലാ വീടുകളിലും തന്നെ കുക്ക് ചെയ്യുന്നൊരു വിഭവം കേട്ടോ. ഈ ചേമ്പും കപ്പളങ്ങ പപ്പായ എന്നൊക്കെ പറയും. അപ്പോൾ അതൊന്ന് കടുക് താളിച്ചിട്ടു. അങ്ങനെ നമ്മുടെ പണ്ടൊക്കെ പറയും ചോറിനകത്ത് കുട്ടികൾക്ക് ചേമ്പ് കറി വെച്ച് ചോറ് കൊടുക്കണമെന്ന്, പെട്ടെന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാ അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ ഞാനും അമ്മയും കൂടി വെള്ളത്തിന് പോവുക കേട്ടോ. അപ്പോൾ അതാ പുറകെ അമ്മയും നടന്നു വരുന്നുണ്ട്. നമ്മുടെ കുടിവെള്ളമില്ലേ അതെടുക്കാൻ പോവുക കേട്ടോ. ഇത് കഴിഞ്ഞ് വന്നിട്ട് വേണം എനിക്കൊന്ന് ടൗണിലൊക്കെ പോകാൻ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-8:30 ആയി കേട്ടോ. ഇനി വെള്ളം കൂടി മുക്കി വന്നിട്ട് വേണം നമുക്ക് വേറെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. പിന്നെ കുറച്ച് അവൽ നനച്ചു കേട്ടോ വൈകുന്നേരം. അതിൻ്റെ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയ കേട്ടോ. അതിന് കുറച്ച് ഏലക്ക, കുറച്ച് ചെറുജീരകം എല്ലാം കൂടി പൊടിച്ചാട്ടോ ഇടുന്നത്. എന്നിട്ട് തേങ്ങയും ഇട്ടു. പിന്നെ ഒരു ചെറിയ നല്ല വെള്ള ശർക്കരയായിരുന്നു, അതുകൊണ്ട് ചരണ്ടി ഇട്ടു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ അവൽ നനച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവലുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തൊന്ന് നനച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ കഴിക്കാനൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ നമ്മുടെ അവൽ നനച്ചത്, ഇത് അവൽ നമ്മൾ വിളയിക്കും ചിലർ നനച്ചാട്ടോ എടുക്കുന്നത്. നനയ്ക്കില്ല, നനച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതിങ്ങനെ തിരുമ്മി ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ അവൽ നനച്ചെന്നാണോ പറയുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ടൗണിൽ പോയിട്ട് മീൻ മേടിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഇത്തിരി ലേറ്റായിട്ടാട്ടോ മീൻ കടയിൽ പോയത്. അപ്പോൾ ഇങ്ങനെ മീൻ പലതരത്തിലുള്ള മീനുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട മീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ചൂത മേടിച്ചു കേട്ടോ. വെള്ളച്ചൂതയാ ചേച്ചിയെ, നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു വെള്ളച്ചൂത തരാൻ പറഞ്ഞു. അങ്ങനെ ഒരു വെള്ളച്ചൂതയും വെട്ടി മേടിച്ചു. കുറച്ച്
കേദർ മീനില്ലേ അതിൻ്റെ കഷ്ണവും മേടിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് ഞാൻ സ്ഥിരം മീൻ മേടിക്കുന്നത് കേട്ടോ. ഇവരാണ് എനിക്ക് മീൻ വെട്ടി തരാറ് കേട്ടോ. മീനൊക്കെ നല്ലോണം കഷ്ണമായിട്ട് വെട്ടി തന്നതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് കറി വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ചൂതക്കറി ഇവിടെ റെഡിയായി. മീൻ കുറച്ച് പൊരിച്ചു കേട്ടോ. അങ്ങനെ ചോറ് നമ്മൾ വൈകിട്ടത്തെ ഒന്ന് ചൂടാക്കൂട്ട്. രാത്രിയാകുമ്പോൾ വേണ്ടവർക്കൊന്ന് ആവി കയറ്റും. അമ്മ അങ്ങനെ ചോറ് വിളമ്പും കേട്ടോ. അങ്ങനെയൊക്കെ നമ്മുടെ കറിയൊക്കെ വിളമ്പി. ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ വിശേഷങ്ങൾ. അപ്പം നമ്മളിവിടെ ചോറുണ്ണാൻ പോവുക കേട്ടോ. നമ്മുടെ പടുകറിയും കുറച്ചെടുത്തു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച് ചിൽഡ്രൻ. ടേക്ക് കെയർ.